ഡിപ്പാർട്ട്മെന്റോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ബഹുജന പങ്കാളിത്തത്തോടെ ഓരോ കുട്ടികളും സ്കൂളിലാണെങ്കിൽ ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം. സ്കൂളില് കോളേജുകളിലൊക്കെ ഇതിന്റെ വൾണറബിലിറ്റി കൂടുതലാണ്. കുട്ടികള് കൂടുതൽ അടിമപ്പെടാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കണ്ണും കാതും ഇതിനു വേണ്ടി തുറന്നു വയ്ക്കുക. നമ്മുടെ കൂട്ടുകാരിൽ ഒരാള് ഒരു തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ അല്ലെ നമുക്കൊരു സംശയം തോന്നിയാൽ ആ കാര്യം ശ്രദ്ധിക്കുവാനും വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയില് അധ്യാപകരുടെ അല്ലെ മാതാപിതാക്കളുടെ അല്ലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആരും പറ്റിക്കാനോ അല്ലെ നമ്മുടെ കൂട്ടുകാരനെ വഞ്ചിക്കാനോ ഒന്നുമല്ല, അവരെ രക്ഷിച്ചെടുക്കാൻ അല്ലെങ്കിൽ അവരെ ആ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ. കാരണം വഴിവിട്ട ആ ചാനലുകളിലേക്ക് പോകാതെ അവരെ ഡൈവേർട്ട് ചെയ്ത് നമ്മളെ പോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണത്. അത് ചീറ്റിംഗ് അല്ല, ആരെയും വഞ്ചിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും ജാഗരൂകരായിരിക്കണം. പിന്നെ അറിയാലോ, ഡ്രഗ്സിന്റെ വിപത്തുകളെ കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് ഒരുപാട് പറഞ്ഞു തരേണ്ടതില്ല. നമ്മൾ ഡെയിലി പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം കാണുന്നുണ്ട്. ഓരോ അടിമപ്പെട്ടു പോകുന്നവരുടെ പ്രകൃതം മാനസിക രോഗ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥിതിയിലേക്കൊക്കെ എത്തിച്ചേരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊരു വൺ വേ റോഡാണ്, ഒരു യു ടേൺ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗരൂകരാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അതാ സമയം റിപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ പറയുന്നത് ആരാണ്, അല്ലെങ്കിൽ എവിടുന്നാണ് ഈ ഫോൺ കോൾ വരുന്നത്, ആരാണ് ഇൻഫർമേഷൻ തരുന്നത്, ഇതൊക്കെ പരമ രഹസ്യമായിരിക്കും. അപ്പൊ ഒരുപാട് നമ്പേഴ്സ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്, വാട്സാപ്പ് നമ്പറുകളുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വിവരങ്ങൾ രഹസ്യമായി ലഭിക്കാവുന്നതാണ്. അതൊന്നും എവിടെയും ലീക്ക് ഔട്ട് ആവില്ല. ആ വിവരം പറഞ്ഞു തന്ന ആൾക്ക് അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പു തരും. അപ്പൊ എല്ലാവരും ഇതിനുവേണ്ടി കൈകോർക്കണം. എന്റെ കടമ ഈ മീറ്റിംഗിൽ, നമ്മുടെ ഈ സമ്മേളനത്തിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ പ്രോഗ്രാം നമ്മളിവിടെ സംഘടിപ്പിച്ചത് ബഹുമാനപ്പെട്ട MLA-യുടെ നേതൃത്വത്തിലാണ്. MLA ഇവിടെ ഏതാനും സമയത്തിനുള്ളിൽ എത്തിച്ചേരും. നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ്, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാന്യനായിട്ടുള്ള DYSP, പോലീസ് ഉദ്യോഗസ്ഥന്മാര്, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങള്, ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ NCC-യുടെ SPC-യുടെ ഒക്കെ കാഡറ്റ് അംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി സങ്കടമായി. ഞാൻ രാവിലെ നിങ്ങളോടൊപ്പം ഓടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്നതായിരുന്നു. വീട്ടിൽ നിന്ന് അങ്ങനെയായിരുന്നു ഇറങ്ങിയത്. പക്ഷെ അവിചാരിതമായിട്ടുള്ള ഒരു മരണം കാരണം നേരം വൈകി. എന്തായാലും ഈ പരിപാടിയുടെ ഭാഗമായിട്ട് അവസാന ഘട്ടത്തിലേക്കെങ്കിലും എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പം നിങ്ങളെ എല്ലാവരെയും കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നമ്മൾ കൂടിയിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിൽ ചെന്നുകൊണ്ട് നമ്മളാലാവുന്ന രൂപത്തിൽ ലഹരിക്കെതിരെയുള്ള സമരങ്ങൾ നടത്തുന്നുണ്ടോ, ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണങ്ങൾ നടത്തുന്നുണ്ടോ, അതിൻ്റെയൊക്കെ കണ്ണികളായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ നമ്മുടെ തൂഫാൻ വാരിയേഴ്സ് എന്നുള്ള രൂപത്തിൽ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും തൂഫാൻ വാരിയേഴ്സ് ആയിട്ട് പ്രഖ്യാപിക്കാനും കൂടി ഈ ഒരു അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. സംസ്ഥാന സർക്കാർ ഒരു വലിയ ലക്ഷ്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പൊ തൂഫാൻ എന്നുള്ള പേരിൽ ആന്റി നാർക്കോട്ടിക് ഡ്രഗ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. കാലങ്ങളായി നമ്മളൊക്കെ പറയുന്ന കാര്യമാണ്, ബോധവൽക്കരണം വേണം, ലഹരി പാടില്ല, അതിൽ നിന്ന് അകന്നു നിൽക്കണം എന്നൊക്കെ. പക്ഷെ ഇതിങ്ങനെ പറയുമ്പോൾ DYSP, പോലീസ് ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, മറ്റ് രാഷ്ട്രീയ പ്രതിനിധികൾ, SPC കുട്ടികൾ, മറ്റ് കരാട്ടെ വിദ്യാർത്ഥികൾ, പത്രപ്രവർത്തകരെ, മറ്റ് പൊതുജനങ്ങളെ, നമ്മൾ ഇന്ന് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേരാമ്പ്ര ഓടുന്നു എന്ന പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ നടത്തിയത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനം പേരാമ്പ്ര പഞ്ചായത്തിന് ലഹരി വിരുദ്ധ പഞ്ചായത്തായി മാറ്റുക എന്നത് തന്നെ ആയിരിക്കണം. അപ്പോൾ അതിന് നമുക്ക് പേരാമ്പ്ര പഞ്ചായത്തിന്റെയും പേരാമ്പ്ര പോലീസിന്റെയും എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ വേണ്ട മേഖലകളിലൊക്കെ പെട്രോളിംഗ് നടത്താൻ നമ്മളുടെ പോലീസും സന്നദ്ധരായിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് പേരാമ്പ്രയിൽ നിന്നും ലഹരിയെ ഓടിക്കുക
എന്നാൽ ഇപ്പൊ നമ്മൾ ഈ ചെയ്ത പ്രതിജ്ഞ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കണം.